എല്ലാവർക്കും സ്കീമ ലേണിങ്സിൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദിവസം ഉപയോഗിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു വസ്തു. മാത്സിൽ നമ്മൾ ദിവസവും സംഖ്യകളുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരുവിധം എല്ലാ സംഖ്യകളും ഇവിടെ കാണാൻ പറ്റും അല്ലേ? ആ സംഖ്യകളൊക്കെ നമ്മൾ ദിവസവും വീട്ടിൽ കാണുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് അതെന്താണ്? അത് കലണ്ടറാണ് അല്ലേ? കലണ്ടർ. നമ്മൾ ദിവസവും രാവിലെ എണീറ്റാൽ കലണ്ടർ നോക്കാതെ ആൾക്കാർ ചുരുക്കമായിരിക്കും. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്, നാളെ ചൊവ്വാഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്ന് പണിക്ക് പോകണം, നാളെ പണിക്ക് പോകണം, ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു കലണ്ടർ കാണുമ്പോൾ. ഇതേപോലെ തന്നെ നമ്മൾ ഒരു എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കലണ്ടർ എന്ന് പറയുന്നത്. ഇതിൽ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കിടക്കാം അല്ലേ? എല്ലാവരും ക്ലാസ്സിന് മുമ്പേ തന്നെ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് പോസ് ചെയ്തിട്ട് ഒരു കലണ്ടർ എടുത്തു വെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കലണ്ടർ ഉള്ള ആൾക്കാരുണ്ടാകും, ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു കലണ്ടർ എടുത്തു വെക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ മാസത്തെ ഒരു കലണ്ടർ, ജനുവരി 2026 കലണ്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കലണ്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കലണ്ടർ അല്ല ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ബ്ലാക്കിലാണ്. നമ്മൾ വീട്ടിലൊരു കലണ്ടറിൽ നോക്കിയാൽ നമുക്ക് ബ്ലാക്ക് കളർ കാണാം, ലീവ്ലെസ് ചുവപ്പ് കാണാം. ആ ചുവപ്പ് കളറൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ലീവുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ടൊക്കെ TV കാണുമ്പോൾ നമുക്ക് പരസ്യത്തിൽ കാണാം കലണ്ടർ അത് മനോരമ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ. അതേപോലെ നമ്മുടെ വീട്ടിൽ പലതരം കലണ്ടറുണ്ടാവും. PK കൃഷ്ണൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ മലബാറിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കലണ്ടർ. പിന്നെ മാതൃഭൂമിയുടെ, പിന്നെ ബാങ്കുകളുടെ ഒക്കെ കലണ്ടറായിട്ട് ഏതെങ്കിലും ഒരു കലണ്ടർ എന്തായാലും വീട്ടിലുണ്ടാവും. ആ സാധനം നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ആ കലണ്ടറിലേക്കൊന്ന് നോക്കുക, നന്നായിട്ട് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കലണ്ടറിലുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. പ്രധാനമായിട്ടും 1 മുതൽ 31 വരെ നമ്മുടെ ഈ ഒരു കലണ്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, ബുധനാഴ്ച രാത്രി നമ്മൾ ന്യൂ ഇയർ ലീവ് ആഘോഷിച്ചിട്ടുണ്ട്. 1-ാം തീയതി വ്യാഴാഴ്ച ഉറക്കമാവുന്നത് നമ്മൾ 2026 അന്ന് മുതൽ നമ്മൾ ഈ ഒരു കലണ്ടർ എടുത്തു വച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കലണ്ടർ എല്ലാവരും ഒന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ നമുക്ക് ഈ ഒരു കലണ്ടറിൽ പഠിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 മുതൽ 31 വരെ കണ്ടു. 1-ാം തീയതി വ്യാഴാഴ്ചയാണ്, 31-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? സ്വാഭാവികമായിട്ടും ശനിയാഴ്ച അവസാനിച്ചതുകൊണ്ട് ഫെബ്രുവരി 1-ാം തീയതി എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ ആ ഞായറാഴ്ചയിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കലണ്ടർ ഉണ്ട്. ഇത് നിങ്ങളും ഒന്ന് നോക്കുക. ഈ കലണ്ടറിൽ ജസ്റ്റ് മന്ത് അടയാളപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ ഫെബ്രുവരി മാസം പഠിച്ചു തുടങ്ങുകയാണ്. ആ ഒരു കലണ്ടറിൽ നമ്മൾ ഫെബ്രുവരി മാസം പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫെബ്രുവരി 1-ാം തീയതി എന്ന് പറയുന്നത് സൺഡേ, അതായത് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഫെബ്രുവരി 1 ഞായറാഴ്ച ആയതുകൊണ്ട് അത് ഒരു ചുവന്ന മഷിയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് ഇനി ഒന്ന് പോവാം. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പുസ്തകത്തിലോ നോട്ടിലോ ഒരു കലണ്ടർ എഴുതി പഠിക്കുക. കാരണം നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു കലണ്ടർ എഴുതി പഠിക്കാനാണ്. ഏതൊക്കെ ദിവസങ്ങൾ എവിടെയൊക്കെ വരും എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കലണ്ടർ എഴുതിയാൽ മാത്രം മതി. ഓക്കെ? അപ്പോൾ നമ്മൾ 1-ാം തീയതി ഇവിടെ എഴുതിയിട്ടുണ്ട്. 2, 3, 4, 5, 6, 7. അങ്ങനെ 1-ന്ന് തുടങ്ങി 7-ാം തീയതി എത്തുമ്പോഴൊക്കെ നമുക്ക് എന്തായി? ഒരാഴ്ചയായി. ശനിയാഴ്ച വീക്കെൻഡായി. നമുക്ക് ആഘോഷിക്കാനുള്ളൊരു സമയമായി. അങ്ങനെ വീക്കെൻഡ് കഴിയുമ്പോൾ ആ ഒരു ആഴ്ചയും കഴിയാണ്. 8-ാം തീയതി നമ്മൾ പുതിയൊരാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. 8-ാം തീയതി പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസങ്ങൾ, ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ 7 ദിവസങ്ങൾ. അടുത്ത ആഴ്ച പിന്നെ ശനിയാഴ്ച ആരംഭിക്കുന്നത് 8-ാം തീയതിയിലാണ്. പിന്നെയുള്ള ദിവസങ്ങൾ നോക്കുക. 9, 10, 11, 12, 13, 14 അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ് അല്ലേ? ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. 1-ാം തീയതി കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞാണ് 8-ാം തീയതി വരുന്നത്. 2 കഴിഞ്ഞ് 7 കൂടുമ്പോഴാണ് 9-ാം തീയതി വരുന്നത്. 3 കഴിഞ്ഞ് 7 കൂടുമ്പോൾ 10-ാം തീയതി വരുന്നു. അങ്ങനെയാണ് ഈ ഒരു കലണ്ടറിൻ്റെ ഒരു കിടപ്പ്. നമ്മുടെ ഫെബ്രുവരി കലണ്ടർ നമുക്ക് മറിച്ചിട്ട് കാണാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ എഴുതി പഠിക്കുകയാണ് ആ ഒരു കലണ്ടർ എങ്ങനെയാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള സംഖ്യകൾ നമ്മളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയേ. ഇനി നമ്മുടെ ഈ അടുത്ത സൺഡേ എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? സ്വാഭാവികമായിട്ടും 8-നോട് 7 കൂട്ടിയിട്ടുള്ള ദിവസമായ 15-ാം തീയതി ആയിരിക്കും അടുത്ത
സൺഡേ വരിക. പിന്നത്തെ സൺഡേ എത്രാം തീയതി ആയിരിക്കും? 22-ാം തീയതി ആയിരിക്കും. പിന്നത്തെ സൺഡേ എത്രയായിരിക്കും? 29-ാം തീയതി ആയിരിക്കും. എന്നാൽ ഫെബ്രുവരി നമ്മൾ കലണ്ടർ എടുത്ത് നോക്കിയാൽ നമുക്കവിടെ 29-ാം തീയതി കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം 28 ദിവസങ്ങളെ ഫെബ്രുവരിയിൽ ഉള്ളൂ, അല്ലെങ്കിൽ ഈ വർഷം ഫെബ്രുവരിയിൽ 28 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതുപോലെ തന്നെ ഈ കലണ്ടർ മറ്റുള്ള ദിവസങ്ങൾ നോക്കി നമ്മൾ സാറ്റർഡേ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 14 കഴിഞ്ഞാൽ 21, 7 കൂട്ടിയിട്ടാണ് കലണ്ടർ വരുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ പഴയ കലണ്ടറിലേക്ക് തന്നെ പോവുകയാണ്. ജനുവരി കലണ്ടർ നമ്മൾ പരിചയപ്പെട്ടു, ദെൻ ഫെബ്രുവരി കലണ്ടർ നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ് പോസ് ചെയ്തതിന് ശേഷം ഞാൻ എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എഴുതി ഒന്ന് പരിശീലിക്കുക. എന്നാൽ നമുക്കൊന്നും കൂടി സ്വയം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ കലണ്ടർ ജനുവരി പഠിച്ചു, ഫെബ്രുവരി പഠിച്ചു, ഇനി മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി ഒരു കലണ്ടറിൽ ഒരു ദിവസം വന്നാൽ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് ചെറിയ മാറ്റം വരുത്തി 2 വർഷം മുമ്പുള്ള കേട്ടറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അവിടെ 14-ാം തീയതി തന്നിട്ടുണ്ട്. മറ്റൊരു ഡേ, അതായത് ഒരു ഫ്രൈഡേ എക്സ് മാർക്കിട്ട് തന്നിട്ടുണ്ട്. ആ ഡേ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലാസ് പോസ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ടൈമാണ്. നമുക്കിവിടെ 14-ാം തീയതി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഒരു എക്സ് ഉള്ള ഡേ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു എക്സ് ഉള്ള ഡേ കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം? ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കണം അല്ലേ. നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗ്ഗം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം എന്ന് വിചാരിക്കുന്നു. ആദ്യം ആ ഒരു കാര്യം പറഞ്ഞിടാം. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എക്സിലേക്ക് 14-ന് എക്സിലേക്ക് നമ്മൾ എത്താണ്. 14-ന് ഈ ഒരു ഡേറ്റ് 15-ാം തീയതി വന്നു, ഇവിടെ 16-ാം തീയതി വന്നു, ഇവിടെ 17-ാം തീയതി വന്നു. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ എന്താ ഉണ്ടാവുക? 7 കുറച്ച് പോയാൽ മതി അല്ലേ. 10-ന് 7 കുറക്കും, 17-ന് നമുക്ക് 7 കുറക്കുമ്പോൾ ഇവിടെ 10 കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് അടുത്തതായിട്ട് അതിൽ നിന്ന് 7 കുറച്ച് എത്രയായിരിക്കും ഉത്തരം? നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇവിടെ വരുന്ന തീയതി 3-ാം തീയതി ആയിരിക്കാം. അതായത് 3-ാം തീയതി നമ്മൾ ജസ്റ്റ് ഒന്ന് പഴയ കലണ്ടറിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഉത്തരം ഒന്ന്, അതായത് 14 കഴിഞ്ഞു, 3 ഡേ കഴിഞ്ഞ് വരുന്ന ഫ്രൈഡേ ആണ്. ഇവിടെ നോക്കുക, 14-ാം തീയതി കഴിഞ്ഞു, 3 ഡേ കഴിഞ്ഞാൽ ഈ ഡേ എന്ന് പറഞ്ഞാൽ 3-ാം തീയതിയാണ്. ഈ ഒരു ഡേ തന്നിട്ട് ഈ ഒരു ഡേ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ, അതായത് ഇത് ഒരു പ്രീവിയസ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഒരു ഡേ തന്നിട്ട് മറ്റൊരു ഡേ കണ്ടുപിടിക്കാം എന്നുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് ചോദ്യം കാണാൻ പറ്റും. ഇഫ് 1st January 2025 is a Friday, then what day will be 1st January 2026? ഈ 2 ഡേറ്റുകൾ നമ്മൾ ഓൾറെഡി ഫെമിലറൈസ്. ഈ 2 ഡേറ്റില്ല, 2026 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ 2025 നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 2025 ജനുവരി, അതായത് കഴിഞ്ഞ വർഷത്തെ ജനുവരിയിലെ കലണ്ടറാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഡേറ്റ് ഒന്ന് നോക്കുക, ചെറിയ മാറ്റമുണ്ട്. ബുധനാഴ്ചയാണ് ആ ഒരു മാസം ആരംഭിക്കുന്നത്, ദെൻ എൻഡ് ചെയ്യുന്നത് ഫ്രൈഡേയിലാണ്. ഇപ്പോൾ 2025 ജനുവരിയിലെ കലണ്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക, അതിലെ ഡേറ്റുകൾ നോക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം കറക്റ്റ് അല്ലേ? ജനുവരി 25 ബുധനാഴ്ച, ജനുവരി 1 2025 ബുധനാഴ്ച ആയിക്കഴിഞ്ഞാൽ 26-ൽ ഏത് ഡേ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ സ്ലൈഡിൽ 26-ലെ ജനുവരി 1-ാം തീയതി കണ്ടിട്ടുണ്ട്. ആ ഒരു ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ച ആണല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? വ്യാഴാഴ്ച എന്നതാണ് ഉത്തരം. പക്ഷെ ആ ഉത്തരത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതി നമുക്കൊന്ന് നോക്കാം. അന്നേരമാണ് 1-2 പുതിയ അതിഥികൾ വരുന്നത്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ നടുവിലത് എന്താണ്? നടുവിൽ വെട്ടിത്തിളങ്ങുന്ന ചുവന്ന കളറുള്ള സാധനം സൂര്യനാണ്. ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. അവിടെ നിന്നാണ് നമുക്ക് ഒരു വർഷത്തിലേക്കുള്ള ഐഡിയകൾ കിട്ടിയത്. അതായത് ഭൂമി ഒരു തവണ കറങ്ങുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ ആവുകയും ആ കറക്കത്തോടൊപ്പം സൂര്യനെ കറങ്ങുമ്പോൾ ഒരു വർഷം ആവുകയും ചെയ്യുന്നു. ഒരു വർഷം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? ഒരു വർഷം എന്ന് പറയുന്നത് 365 കാൽ ദിവസമാണ്. 365 കാൽ ദിവസമാണ്. ആ ഒരു കാല് വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഒരു കല്യാണ സിനിമയൊക്കെ കാണുമ്പോൾ അവിടെ ഒരു മെൽക്കാവ് എന്ന് പറഞ്ഞൊരു ബോർഡിൽ ഒരു എല്ലാം എക്സ്ട്രാ പിടിച്ചിട്ട് സലീമും വന്ന് നിൽക്കുന്നതാണ്.
അതേപോലെയാണ് ഈ 365 കാല് വന്ന ഘട്ടത്തിൽ സയന്റിസ്റ്റുകൾ ഇങ്ങനെ വന്നു, ഈ കാല് വെച്ചിട്ടാണ് ഇപ്പം എന്ത് ചെയ്യാനാ അല്ലെ, കുറച്ച് ആലോചിച്ചു. അപ്പോൾ അവരെന്തെടുക്കും, ഈ കാലുകൾ 4 കാലുകൾ കൂട്ടി വെച്ചാൽ 4 കാലുകൾ കൂട്ടി വെച്ചാൽ ഒന്നാവൂലേ. അപ്പോൾ ആദ്യം 0 തുടങ്ങി ഒരു 4 വർഷം കൂടുമ്പോൾ എന്താവുന്നു, ഒരു ഡേ അധികം വരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കലണ്ടർ സിസ്റ്റം അനുസരിച്ചിട്ട് നോർമലി ഒരു വർഷത്തിൽ 365 ദിവസവും ലീപ്പ് ഇയർ അഥവാ അതിവർഷത്തിൽ 366 ദിവസങ്ങളാണ് വരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി അറിയുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് പിന്നെയും വരികയാണ്. 2025 ജനുവരി 1 ബുധനാഴ്ച ആയതാണ്, ഓൾറെഡി ആയതാണ്, നമ്മൾ കലണ്ടർ കണ്ടതാണ് അല്ലേ. അടുത്ത ജനുവരി 1 ഏത് ദിവസമായിരിക്കും, അത് നമ്മൾ കണ്ടുപിടിച്ചാണ്. അതും ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ദിവസമാണ് വരുന്നത്. അത് കണ്ടുപിടിക്കാൻ അവിടെയാണ് നമ്മുടെ ഈ വീക്കിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ഫെബ്രുവരിയിൽ നമ്മൾ 7 ദിവസങ്ങൾ എഴുതിയല്ലേ, 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ചയിൽ നമുക്ക് 7 ദിവസങ്ങളാണ് വരുന്നത്. ഒരു വീക്കിൽ 7 ദിവസങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 365 ദിവസത്തിൽ എത്ര വീക്കുകൾ ഉണ്ടാവും എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 365നെ 7 കൊണ്ട് ഹരിക്കുകയാണ് അല്ലേ. എല്ലാവരും ഒന്ന് ഹരിച്ചു നോക്കിയിട്ട് എത്രയാണ് ഉത്തരം കിട്ടുന്നതെന്ന് നോക്കിയാൽ 365നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ 7 5 35 കിട്ടും. ദെൻ അതിൽ നിന്ന് 1 താഴെ ഇറക്കി 15 വരുന്നു. 15ൽ 2 തവണ പോകും. ദെൻ 14ൽ 1 ശിഷ്ടവും വരുന്നു അല്ലേ. അപ്പോൾ 365നെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. 52 ഗുണനഫലവും വരും, 1 ബാക്കിയും വരും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 365 ദിവസങ്ങൾ ഉള്ള ഒരു വർഷത്തിൽ 52 ആഴ്ചകളും പിന്നെ 1 ദിവസങ്ങളും ബാക്കി വരും. അതിനെ നമ്മളൊന്ന് അസംബിൾ ചെയ്യുകയാണെങ്കിൽ, അതായത് 365 ദിവസത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ പറയാം. 365 ദിവസം എന്ന് പറയുന്നത് 50 ആഴ്ച പ്ലസ് 1 ദിവസമാണ്. ആ 1 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഒരു വർഷം കഴിയുമ്പോൾ 1 ദിവസം മുന്നോട്ട് പോകും. ശ്രദ്ധിക്കുക, 1 വർഷം കൂടുമ്പോൾ 1 ദിവസം മുന്നോട്ടേക്ക് പോകും. നമ്മൾ 2025 ജനുവരി 1 ബുധനാഴ്ച കിട്ടിയത് കൊണ്ട് തന്നെ 2026 ജനുവരി 1 എന്ന് പറയുന്നത് 1 ദിവസം മുന്നോട്ട് പോയിട്ട് അത് വ്യാഴാഴ്ചയിലേക്ക് എത്തും. ആ ഒരാഴ്ച എന്ന് പറയുന്ന കാലയളവ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം നോക്കിയാൽ പോരാ. അതായത് ഈ ഇങ്ങനെ 1 മുതൽ 7 വരെ, അല്ലെങ്കിൽ ഞായർ മുതൽ ശനി വരെ എന്നിങ്ങനെ നോക്കുന്നതിന് പകരം എങ്ങനെയും കൂടി നോക്കാം. 1-ാം തീയതിയിൽ തുടങ്ങുന്ന ഒരു വീക്ക് ഈ 7-ാം തീയതിയിലാണ് അവസാനിക്കുന്നത്. 1-ാം തീയതിയിൽ തുടങ്ങുന്ന ഒരാഴ്ച, അതായത് ഒരു ബുധനാഴ്ച തുടങ്ങിയാൽ അതിന് മുമ്പത്തെ ചൊവ്വാഴ്ചയിലേക്ക് ആ ഒരാഴ്ച അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആഴ്ച ഇവിടെ തുടങ്ങും അല്ലേ. അപ്പോൾ നമ്മൾ 52 ആഴ്ചകൾ, അതായത് 1-ാം തീയതി ഇവിടെ തുടങ്ങിയാൽ 52 ആഴ്ചകൾ എവിടെ അവസാനിക്കും, 7-ാം തീയതി വരുന്ന ചൊവ്വാഴ്ചയിൽ അവസാനിക്കും. പിന്നെ 1 ദിവസം കൂടി ബാക്കിയില്ലേ, ആ ദിവസം ഈ ഒരു തീയതിയിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കലണ്ടർ ആരംഭിക്കുന്നത് ജനുവരി 1-നും അവസാനിക്കുന്നത് ഡിസംബർ 31-നുമാണ്. അതുകൊണ്ട് ജനുവരി 1-ഉം ഡിസംബർ 31-നും എന്തായിരിക്കും, ഒരേ ദിവസമായിരിക്കും. അപ്പോൾ അതെന്ന കാര്യം മനസ്സിലായിരുന്നു. അതായത് 52 ആഴ്ച പ്ലസ് 1 ദിവസമാണ്. അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 31-നാണ്. അപ്പോൾ 1-ാം തീയതിയിൽ ആരംഭിക്കുന്ന ഒരു വർഷം 31-ാം തീയതിയിൽ അവസാനിക്കുന്നതും ഒരേ ദിവസത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം ആരംഭിക്കുന്നത് അതിൻ്റെ അടുത്ത ദിവസമായ വ്യാഴാഴ്ചയിലായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ വർഷം 2026 ജനുവരി 1 വ്യാഴാഴ്ചയാണ്. അപ്പോൾ 2027 ജനുവരി 1 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ അടുത്ത ദിവസമായ വെള്ളിയാഴ്ചയായിരിക്കും. അപ്പോൾ നമ്മൾ 27 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെള്ളിയാഴ്ചയിലായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ കലണ്ടർ ഡിസംബർ 31 ഉള്ളത് വ്യാഴാഴ്ച കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും 27 ജനുവരി 1 എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ ആരംഭിക്കുന്നുണ്ടാവും, വെള്ളിയാഴ്ചയിൽ ആരംഭിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയാണ് വേറൊരു അതിഥി കൂടി നമുക്ക് കടന്നു വരുന്നത്. നമ്മുടെ മനക്കിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു അല്ലേ. ആരാണ്? നമ്മൾ ഈ മാറ്റിവെച്ച, അതായത് സയന്റിസ്റ്റുകളൊക്കെ കണക്ക് കൂട്ടിയിട്ട് മാറ്റിവെച്ച ആ ഒരു കാലുണ്ട്. ആ കാല് 4 വർഷം കൂടുമ്പോൾ എന്ത് വരും, ഒരു ദിവസം അധികം വരും. ആ 365 ഉള്ളത് ഉണ്ടാവും. എന്നാൽ ലീപ്പ് ഇയർ വരുമ്പോൾ 366 ദിവസം വരും. അവിടെ അതേപോലെ എന്ത് സംഭവിക്കും, 52 ആഴ്ച പ്ലസ് 2 ദിവസം അധികമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വർഷം ആരംഭിക്കുന്നത്, അതായത്
ലീപ്പ് ഇയർ കഴിഞ്ഞിട്ടുള്ള വർഷം ആരംഭിക്കുന്നത് ഒരു ദിവസമായിരിക്കില്ല, 2 ദിവസം കൂടും. അപ്പോൾ ആദ്യം നമ്മൾ ലീപ്പ് ഇയേഴ്സിനെ പറ്റി ഒന്ന് പഠിക്കണം അല്ലേ. ലീപ്പ് ഇയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിവർഷം അല്ലെങ്കിൽ 366 ദിവസങ്ങൾ വരുന്ന ദിവസം. ആ വർഷങ്ങളിൽ നമുക്കൊരു ഗസ്റ്റ് വരും അല്ലേ. അതാണ് പറഞ്ഞത്. ഒരു KGF നമ്മുടെ റോക്കി ബായ് ഒക്കെ വരുന്ന പോലെ നമ്മൾ KGF തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാം. ഒരു സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ ഒരു ഇൻട്രോ സീൻ തന്നെ റോക്കി ബായ് വരുന്ന ഒരു സീനാണ്. അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ ഈ റോമൊക്കെ ഇങ്ങനെ പൊന്തുന്നുണ്ടാവും അല്ലേ. അതേപോലെയാണ് നമ്മുടെ ലീപ്പ് ഇയറിൽ ആ ഗസ്റ്റ് വരുന്നത്. ആ ഗസ്റ്റിൻ്റെ പേരാണ് ഫെബ്രുവരി 29. ലീപ്പ് ഇയേഴ്സിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫെബ്രുവരി 29. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ വർഷത്തെ ഫെബ്രുവരി കലണ്ടറിൽ ആദ്യം കണ്ട ഈ കലണ്ടറിൽ ഫെബ്രുവരി 28-ാം തീയതി മാത്രമേ, അല്ലെങ്കിൽ ഫെബ്രുവരി 28 വരെ നമുക്ക് ഡേറ്റ് കാണാൻ പറ്റും. 29 ഇല്ല. അത് വരണമെങ്കിൽ ആ ഒരു ആംബിയൻസും ആറ്റിറ്റ്യൂഡ് സംഭവമൊക്കെ വരുന്ന ആ ഒരു ലീപ്പ് ഇയേഴ്സിൽ മാത്രമേ നമുക്ക് ആരെ കാണാൻ പറ്റൂ, ഫെബ്രുവരി 29 കാണാൻ സാധിക്കൂ. അപ്പോൾ ആ വർഷങ്ങളുടെ ഒരു പ്രത്യേകത വേറൊന്നും കൂടി വേണം. 2000 തുടങ്ങുകയാണെങ്കിൽ, അതായത് 2000-ലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്, 2026 എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ലീപ്പ് ഇയേഴ്സിനെ നമ്മൾ പരിചയപ്പെടും. അതിനു മുമ്പേ ആ ഒരു ലീപ്പ് ഇയറിൽ ജനിച്ച കുട്ടികളെ പറ്റി ആലോചിച്ച് നോക്കുക. അവർ ഈ വർഷം ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീപ്പ് ഇയറിൽ ജനിക്കുമ്പോൾ അവരെ ഫസ്റ്റ് ബർത്ത്ഡേ, ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ 4 വർഷം വേണം. രണ്ടാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ 8 വർഷം വേണം. 12, 16 അങ്ങനെ 4ന്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ മാത്രമേ അവർക്ക് എന്ത് സാധിക്കൂ, അവരുടെ ബർത്ത്ഡേ വരുന്ന ദിവസം, അതായത് കലണ്ടറിലുള്ള ആ ദിവസം ആഘോഷിക്കണമെങ്കിൽ 4 വർഷം കൂടണം. ആ സംഖ്യകളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക, 4. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന സംഖ്യകൾ വരുമ്പോഴാണ് എന്ത് വരുന്നത്, ലീപ്പ് ഇയേഴ്സ് വരുന്നത്. അപ്പോൾ ഈ വർഷം ഏതാണ്? ഈ വർഷം എന്ന് പറയുന്നത് 2026. ഈ വർഷം ഒരു ലീപ്പ് ഇയർ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കും ലീപ്പ് ഇയർ അല്ലാത്തത്? 2026 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ലീപ്പ് ഇയേഴ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു സംഖ്യ 4 കൊണ്ട് ഡിവൈഡബിൾ ആണെങ്കിൽ ആ വർഷം ലീപ്പ് ഇയർ ആയിരിക്കും. പക്ഷെ 4 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം സംഖ്യനെ ഹരിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, സംഖ്യ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അവസാനത്തെ 2 അക്കം, അതായത് അവസാനത്തെ ഈ 2 അക്കം ഒരു 4 അക്കമുള്ള സംഖ്യ ആണെങ്കിൽ അവസാനത്തെ 2 അക്കത്തിനെ മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 26-നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ എന്തായാലും ശിഷ്ടം വരും, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും 26-നെ ഹരിക്കുമ്പോൾ അവിടെ 2 ശിഷ്ടം വരുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് ലീപ്പ് ഇയർ വരും. അല്ലെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ലീപ്പ് ഇയർ ആയിരുന്നു. അതായത് 2024 എന്ന് പറയുന്നതായിരുന്നു അവസാനമായിട്ട് വന്ന ലീപ്പ് ഇയർ. ആ വർഷം ജനിച്ച കുട്ടിയുടെ ആ ഒരു കറക്റ്റ് 29-ന് ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ ഇനി എന്ത് വരണം, 2028 വരണം. നിങ്ങൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. അവസാനത്തെ 2 അക്കം ഹരിച്ചു നോക്കിയിട്ട് അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമായിരിക്കും അതെന്താവുന്നത്, ലീപ്പ് ഇയർ ആയി മാറുന്നത്. അപ്പോൾ 2027 ലീപ്പ് ഇയർ ആണോ? സ്വാഭാവികമായിട്ടും അല്ല അല്ലേ. 2028 അതെ, നമ്മൾ പറഞ്ഞ പോലെ ലീപ്പ് ഇയർ ആണ്. 2028 കഴിഞ്ഞാൽ അടുത്ത ലീപ്പ് ഇയർ എത്രയായിരിക്കും, 2032. അതെ. അപ്പോൾ അതുപോലെ തന്നെ മുമ്പ് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 2024 മുമ്പ് 2020, 16 അങ്ങനെ 4 ഗുണങ്ങൾ നമ്മൾ പക്ക ആക്കി വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു ലീപ്പ് ഇയേഴ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലീപ്പ് ഇയേഴ്സ് നമ്മൾ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പഠിച്ചു എന്ന് നോക്കുക. നമ്മൾ ഒരു കലണ്ടർ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊത്തം കലണ്ടറിലെ ദിവസങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് പഠിച്ചു, അടുത്ത ഈ വർഷത്തെ ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഒരു ഡേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ ദിവസം ഏത് വരും എന്ന് കണ്ടുപിടിക്കാം എന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു ഭ്രമണവും പരിക്രമണവും വെച്ചിട്ട് 365, 366 വരുന്ന കാര്യങ്ങളും പറഞ്ഞു. ദെൻ നമുക്ക് അടുത്തതായിട്ട് വരുന്നൊരു പ്രോബ്ലം ആണ്. അതായത് ഈ ഒരു മേഖല വെച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും എക്സാമിന്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് മാത്സ് പ്ലസ് GK കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. 2020 ജനുവരി 1 ബുധനാഴ്ചയായാൽ ആ വർഷത്തെ റിപ്പബ്ലിക് ഡേ ഏത് ദിവസമായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. 2020 ജനുവരി 1 ബുധനാഴ്ചയായാൽ ആ വർഷത്തെ റിപ്പബ്ലിക് ഡേ ഏത് ദിവസമായിരിക്കും? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ചെയ്തു നോക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് 1-ാം തീയതി ബുധനാഴ്ചയാണെന്ന് അറിയാം അല്ലേ. റിപ്പബ്ലിക് ഡേ ഏത് ഡേ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം റിപ്പബ്ലിക് ഡേ ഏത് ഡേ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറൽ നോളജ് കൂടിയാണ്. എപ്പോഴാണ് റിപ്പബ്ലിക് ഡേ? ജനുവരി 26. അതെ, ജനുവരി 26-ാം തീയതിയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജനുവരി 1 ബുധനാഴ്ച തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജനുവരി 26-ാം തീയതി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നിലവിൽ പഠിച്ച ഒരു രീതി വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതെങ്ങനെയായിരുന്നു?
നിലവിൽ പഠിച്ചു വെച്ചാൽ നമ്മൾ ഒരു 1-ാം തീയതി കണ്ടുപിടിച്ചാൽ നമുക്ക് ആ കലണ്ടറിൽ ഏത് ഡേ വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ. 1-ാം തീയതി വരുന്ന ഡേ തന്നെയായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളായ 1, 8, 15, 22 എന്നീ ഡേറ്റുകൾ വരിക അല്ലേ. 1, 5, 22. അപ്പോൾ 22 എന്ത് തന്നെയായിരിക്കും? ബുധനാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ ബുധൻ കഴിഞ്ഞു പിന്നെ എത്ര ദിവസമുണ്ട്? 4 ദിവസം അല്ലേ. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച. അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും, അതായത് 29-ാം തീയതി നമ്മൾ കണ്ടുപിടിക്കാം. 29-ാം തീയതി ഇതേപോലെ എന്തായിരിക്കും? ഇതേ ബുധനാഴ്ച ആയിരിക്കും. കാരണം പിന്നോട്ടേക്ക് 3 ദിവസം പോവാം. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് റിപ്പബ്ലിക് ഡേ ആയിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കണക്ക് പോലെ എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. 1-ാം തീയതി ബുധനാഴ്ച നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കി 26-ൽ എത്ര ദിവസങ്ങൾ ബാക്കി വരുന്നുണ്ട്? 25 ദിവസങ്ങൾ ബാക്കി വരുന്നുണ്ട് അല്ലേ. 25 ദിവസങ്ങൾ ബാക്കി വരുമ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസമാണെന്ന് പറഞ്ഞല്ലോ. ആ 7 വെച്ച് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. 7 വെച്ച് കഴിച്ചാൽ 7, 3, 21 കിട്ടും. അപ്പോൾ ബാക്കി എത്ര വരും? 4 വരും. ആ 4 കൂട്ടിയാൽ മതി. അപ്പോൾ ബുധന് കഴിഞ്ഞ് വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച വരുന്ന ദിവസം എന്തായിരിക്കും? നമുക്ക് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടോ? ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കലണ്ടറിൽ ഡേറ്റുകൾ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 1-ാം തീയതി മനസ്സിലായി, അപ്പോൾ 8, 15, 22 മനസ്സിലായി, അതിനോട് 4 കൂട്ടിയിട്ട് വരുന്ന ഡേറ്റ് നോക്കുക. അല്ലെങ്കിൽ ഈ രീതിയിൽ 25-ന് 7, അതായത് 1-ാം തീയതി കഴിഞ്ഞു പിന്നെ 26-നാണ്. അപ്പോൾ 25 വെച്ചിട്ട് നമ്മൾ ഹരിക്കുന്നു. നമുക്ക് 3 കിട്ടുന്നു. ബാക്കി ഹരണഫലം 3, ശിഷ്ടം 4 കിട്ടുന്നു. ആ ശിഷ്ടമാണ് കൂട്ടേണ്ടത്. അപ്പോൾ ആദ്യം പോകാൻ പാടില്ല, ആരും ഗുണനഫലം കൂട്ടാൻ പാടില്ല. ശിഷ്ടം വരുന്ന ദിവസങ്ങൾ അതിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച ദിവസം എന്തായിട്ട് കിട്ടുന്നു? റിപ്പബ്ലിക് ഡേ ആയിട്ട് കിട്ടുന്നു. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. അതായത് കലണ്ടർ ബേസ് ചെയ്തിട്ട് കലണ്ടറിലെ സംഖ്യകൾ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതേപോലെ ജനറൽ നോളജ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ചോദ്യം കൂടി ചെയ്താൽ നമുക്ക് ഈ ഒരു ആശയം പക്ക ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കണക്കിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. 2025 ശിശുദിനം വെള്ളിയാഴ്ചയായാൽ ആ വർഷത്തെ ക്രിസ്മസ് ഏത് ദിവസമായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ അറിയണം? ശിശുദിനം എപ്പാന്ന് അറിയണം അല്ലേ. ശിശുദിനം എപ്പാണ്? അതെ, നവംബർ 14-ാം തീയതിയാണ് നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. നവംബർ 14-ാം തീയതിയാണ് ശിശുദിനം. അതാരും അറിയാണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നവംബർ 14 വെള്ളിയാഴ്ചയാണെന്ന് കിട്ടി. ഇനി നമുക്ക് ക്രിസ്മസ് ഏത് ദിവസം? എന്തുകൊണ്ട് ക്രിസ്മസ് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഡേറ്റ്സ് ഒക്കെ നമുക്ക് വിഷു, ഓണം അങ്ങനെ വരുന്ന ഡേറ്റ്സ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റുകൾ മാറും. പക്ഷെ നവംബർ 14 ശിശുദിനവും മാറില്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 25 മാറില്ല. അതുകൊണ്ടാണ് ഈ 2 ഡേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തത്. ഇനി ഈ ഒരു നേരത്തെ വെച്ച ലോജിക്ക് വെച്ചിട്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ 2 രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മൾ ദിവസങ്ങൾ എഴുതിയിട്ട് കണ്ടുപിടിക്കുക. അത് നോർമലി എന്താണ്? സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നവംബർ 14 തന്നിട്ടുണ്ട്. നവംബറിൽ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അതായത് നമ്മൾ മറ്റേ രീതിയിൽ എന്താ ചെയ്തത്? എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ, അതായത് 1-ാം തീയതി 26-ാം തീയതി ഒരു മാസം തന്നെയാണ്, ബാക്കി 25 വെച്ച് കഴിച്ചു. പക്ഷെ ഇവിടെ എന്തുണ്ട്? എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എത്ര ദിവസം ഉണ്ട് എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചില ആൾക്കാർക്ക് അറിയായിരിക്കും, ചില ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. എന്നാലും നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സിമ്പിളായ ഒരു മെത്തേഡ് ഉണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കുക. അറിയുന്ന കാര്യമാണെങ്കിൽ ഒന്നും കൂടി പക്കാക്കുക. നമ്മളിങ്ങനെ ലെഫ്റ്റ് കൈ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ആയിട്ട് കാണാൻ പറ്റും. ഈ അപ്പ് ആൻഡ് ഡൗൺസിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ദെൻ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റുകളാണ് വേണ്ടത്. ഇതിൽ ഉയർന്നു നിൽക്കുന്ന ഡേറ്റ്സ് 31, താഴ്ന്നു നിൽക്കുന്ന ഡേറ്റ്സ് 30 എടുക്കുക. മനസ്സിലായിട്ടുണ്ടോ? മുകളിൽ വരുന്ന അതായത് ജനുവരി 30 എന്നായിരിക്കും. ഫെബ്രുവരി എക്സെപ്ഷനിലാണ്, അതിൽ 28 ദിവസമേ ഉള്ളൂ. ലീപ്പ് ഇയർ വരുമ്പോൾ മാത്രം എത്ര വരും? 29 ദിവസങ്ങൾ വരും. ദെൻ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ 31 വരും, ഏപ്രിൽ 30, മെയ്യിൽ 31, ജൂണിൽ 30, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരികയെന്ന് ചെയ്യുക. ആ കാര്യം നടന്നു നോക്കുക. നമ്മൾ ലെഫ്റ്റ് കൈ ഇങ്ങനെ എടുക്കുക. എക്സാമുകളിൽ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് ദിവസങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ പോയി എവിടെ എത്തി? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ താഴെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും 30 ദിവസമായിരിക്കും അപ്പോൾ നവംബറിൽ ഉണ്ടാവുക. അപ്പോൾ നവംബറിൽ 14-ാം തീയതി വരെ നമുക്കായി. അപ്പോൾ ബാക്കി 16 ദിവസമാണ് എവിടെ ഉണ്ടാകുക?
ബാക്കി 16 ദിവസമാണ് നവംബർ മാസത്തിൽ ഉണ്ടാവും. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ക്രിസ്മസ് ഏത് ദിവസമായിരിക്കും. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്, 25 ദിവസമാണ് വരിക അല്ലേ. അപ്പോൾ അത് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും, 41 കിട്ടും അല്ലെ. നമുക്ക് 41. അപ്പോൾ 41നെ 7 കൊണ്ട് ഹരിച്ചിട്ട് എത്രയാണോ ശിഷ്ടം വരുന്നത് അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും, നമുക്ക് ക്രിസ്മസ് വരുന്ന ദിവസം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ എല്ലാവരും. ഓക്കെ, എളുപ്പമുള്ള ക്രിയയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്, 41നെ 7 കൊണ്ട് ഹരിക്കുകയാണ്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 5 35 ആദ്യ ശിഷ്ടം വരികയാണ്. അപ്പോൾ 6 ദിവസം കൂടി കഴിഞ്ഞാൽ വെള്ളി കഴിഞ്ഞ് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച വരുന്ന ദിവസമായിരിക്കും എന്തായിട്ട് വരിക, വ്യാഴാഴ്ച ആയിരിക്കും നമുക്ക് ക്രിസ്മസ് ആയിട്ട് വരിക. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വർഷത്തെ കലണ്ടർ എടുത്ത് നോക്കിയാൽ മതി. അതായത് കഴിഞ്ഞ വർഷത്തെ കലണ്ടർ നമ്മൾ ജസ്റ്റ് മടക്കി വെച്ചിട്ടേ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 41 കിട്ടിയത് 42 അതേ ദിവസമായിരിക്കും. അതായത് 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന സംഖ്യകൾ എന്തായിരിക്കും, വെള്ളിയാഴ്ച തന്നെയായിരിക്കും. 1 തീയതി 7 14 21 അങ്ങനെ പോകുന്ന സംഖ്യകളൊക്കെ എന്തായിരിക്കും, ഈ ഒരു വെള്ളിയാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ 42 വെള്ളിയാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ 41 ദിവസം ഒരു ദിവസം കുറച്ച് വ്യാഴാഴ്ച ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആ ഒരു കണക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് വരാം കാര്യങ്ങൾ. നമ്മൾ എവിടുന്നായിരുന്നു തുടങ്ങിയത്, നമ്മളൊരു കലണ്ടർ വെച്ചിട്ടാണ് തുടങ്ങിയത്. നിങ്ങളുടെ എല്ലാവരും കയ്യിൽ തുടങ്ങിയ ഇത് വെച്ചിട്ട് ഒരു കലണ്ടർ ഉണ്ടാവും. ആ ഒരു കലണ്ടർ ഫസ്റ്റ് നമ്മൾ ജനുവരി പഠിച്ചു, അതായത് ഈ വർഷത്തെ ഈ മാസത്തെ 1ാമത്തെ മാസമാണ്. അപ്പം പിന്നെ ഫെബ്രുവരി പഠിച്ചു. ഫെബ്രുവരി എഴുതുമ്പോഴാണ് നമ്മളൊരു കലണ്ടർ എങ്ങനെ എഴുതാം എന്ന് പഠിച്ചത്. അങ്ങനെ പഠിച്ചു. അപ്പം കലണ്ടർ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ എന്തായി, ഏത് ഡേറ്റ് കണ്ടുപിടിക്കലും എളുപ്പമുള്ളൊരു പ്രോസസ്. അല്ലെ 14-ാം തീയതി കണ്ടാൽ തന്നു കഴിഞ്ഞാൽ അതിൽ 3-ാം തീയതി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, ഈ എക്സ് എന്ന 3-ാം തീയതി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു പ്രക്രിയ. അപ്പോൾ നമ്മൾ ആദ്യം കലണ്ടർ എഴുതാൻ പഠിച്ചു അല്ലേ. കലണ്ടർ എഴുതി പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നൊരു പ്രോബ്ലമാണ്, അടുത്ത വർഷത്തെ ഒരു ഡേറ്റ് ഏത് വരും. അപ്പോൾ ജനുവരി 1 വെച്ചിട്ട് പഠിച്ചു. അപ്പോൾ ജനുവരി 1 മാത്രമല്ല, ഏത് ഡേറ്റ്, ജനുവരി 2 ജനുവരി 3 ജനുവരി 4 അല്ലെങ്കിൽ ഏപ്രിൽ 1 മെയ് 1 ജൂൺ 1 അങ്ങനെ. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 2025 ജൂൺ 1 വ്യാഴാഴ്ചയായാലും 2026 ജൂൺ 1 ഏതായിരിക്കും, വെള്ളിയാഴ്ചയായിരിക്കും. അത് ഏത് ദിവസം ആയാലും എന്താ സംഭവിക്കുന്നുള്ളൂ, ഒരു ദിവസം കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞു, അതാണ് ഇവിടെ വന്നത്. അതായത് ലീപ്പ് ഇയർ വരുന്ന വർഷങ്ങളിൽ, ലീപ്പ് ഇയർ അതായത് 1 അധികം വരുന്ന വർഷങ്ങളിൽ 4 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഒരു ദിവസം കൂടി വരും. 366 ദിവസം വരും. അപ്പോൾ 2 ദിവസം കൂടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വിട്ടുപോകാൻ പാടില്ല. നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. അതായത് 2025 ബുധനാഴ്ച, 2026 വ്യാഴാഴ്ചയാണ്, 2027 1-ാം തീയതി വെള്ളിയാഴ്ചയാണ്, എന്നാൽ 2028 1-ാം തീയതി എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്ന വർഷം, അതായത് നമ്മൾ ജനുവരി ഒന്ന് എഴുതി നോക്കാം. 25 ബുധനാഴ്ചയാണ്, 26 വ്യാഴാഴ്ചയാണ്, 27 എന്താണ് വെള്ളിയാഴ്ചയാണ്, 28 എന്താണ് 28 ശനിയാഴ്ച തന്നെയാണ് വരിക. കാരണം അവിടെ ലീപ്പ് ഇയർ വന്നില്ല, ജനുവരി 1 ദെൻ 29 വരുമ്പോൾ എന്താവും, ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച വരില്ല. 2029 1-ാം തീയതി വരിക തിങ്കളാഴ്ചയാണ്. 2021 മൺഡേ ആണ് നമുക്ക് 1-ാം തീയതി ആയിട്ട് വരിക. അതാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. അതേപോലെ ഏത് ഡേറ്റ് എടുത്ത് നോക്കിയാലും 2 അധികമായിട്ട് വരും. നമ്മൾ ഇത്രയും നേരം ഒരു ദിവസം അധികമാണ് പഠിച്ചത്. 2028 29 വരുമ്പോൾ ഒരു ദിവസം അവിടെ അധികമായിട്ട്, 2 ദിവസം അധികമായിട്ട് വരും. നേരത്തെ തിങ്കൾ കിട്ടിയത് മറ്റേ ചൊവ്വയാവും, ചൊവ്വ കിട്ടുന്നൊരു ഉത്തരം ബുധനാവും. അങ്ങനെ ഒരു ചെറിയൊരു മാറ്റം വരും. ആ ഒരു ലീപ്പ് ഇയറിൻ്റെ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കലണ്ടർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായ ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു 3-4 കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ എല്ലാവരും എക്സാം ഹോളിൽ ഉപയോഗപ്പെടുത്തുക. അതായത് ഈ ഒരു കാര്യങ്ങൾ കലണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. 26, അതായത് ഒരു കൊല്ലം വരുമ്പോൾ ആ കൊല്ലം ലീപ്പ് ചെയ്താണോ എന്ന് കണ്ടുപിടിക്കാൻ അവസാനത്തെ 2 അക്കങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് ഡിവിസിബിൾ ആണെങ്കിൽ ആ വർഷം ലീപ്പ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അത് ലീപ്പ് ചെയ്തായിരിക്കില്ല. ദെൻ നമ്മൾ ഡേയ്സിനെ പറ്റി പറഞ്ഞു. ഡേയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കലണ്ടറിലെ മെയിൻ ആയിട്ടുള്ള ഡേ കൂടി നോക്കണം. ഇനി കലണ്ടർ ഒന്നും കൂടി നിങ്ങളുടെ കയ്യിലുള്ള കലണ്ടർ ഒരു വർഷം മൊത്തം ഒന്ന് എടുത്ത് നോക്കുക. മെയിൻ ആയിട്ടുള്ള ഡേയ്സ് നോക്കുക, ആ ഡേയ്സ് വരുന്ന ദിവസങ്ങൾ നോക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു നോക്കുക. കാരണം നമ്മുടെ എക്സാം പോലെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഡേ, ഇപ്പോൾ ഉദാഹരണമായിട്ട് അംബേദ്കർ ജയന്തി ചൊവ്വാഴ്ചയാണെന്ന് ചോദിച്ചാൽ അംബേദ്കർ ജയന്തി എപ്പോഴാണ്,
പക്ഷെ നമ്മുടെ കലണ്ടറിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളോട് അടുത്ത് ചോദിക്കുകയാണ് ഏപ്രിൽ മെയ് 1 ഏത് ദിവസമായിരിക്കും അംബേദ്കർ ജയന്തി ഇന്ന ദിവസമായി കഴിഞ്ഞാൽ മെയ് 1 ഏത് ദിവസമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതേ ഫോർമാറ്റിൽ ചെയ്താൽ മതി. ദിവസങ്ങൾ എണ്ണി നോക്കി 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ട എല്ലാവർക്കും ഞാൻ സ്കീമ ലേണിങ്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം എല്ലാവരും ഈ ഒരു പോർഷൻസ് റിവൈൻഡ് ചെയ്ത് പഠിക്കുക. നമുക്ക് എന്തായാലും 1 മാർക്കോ 2 മാർക്കിനോ ഒന്നെങ്കിൽ കലണ്ടറിൽ നിന്ന് ഡയറക്റ്റ് 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങൾ ജനറൽ നോളജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 2 മാർക്കിനും ചോദ്യങ്ങൾ വരാനുള്ള ഒരു പോർഷനാണ് ഇത്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് ഈ ഒരു 1 മണിക്കൂർ ക്ലാസ്സിലെ കാര്യങ്ങൾ പക്ക ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം കൂടി നേരുന്നു. നന്ദി.